ഇന്ന് കര കയറ്റി വിടാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അച്ചാറാണ്. അപ്പോൾ ഗൾഫുകാരുടെ മെയിൻ ആണല്ലോ അല്ലേ അച്ചാറ്. അപ്പം മിക്കവാറും പോകുന്ന സമയങ്ങളിലൊക്കെ എല്ലാവരും കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണിത്. ഏകദേശം ഒരു 1.5 കിലോൻ്റെ അടുത്ത് നാരങ്ങ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതേപോലെ തന്നെ ഒന്ന് അടച്ചു മാറ്റി വെക്കാം. ഇനി 1 കിലോ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നല്ല തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു പാത്രമാണ് അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു നാരങ്ങയുടെ ആ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ ഫുള്ളായിട്ട് പോയി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് അച്ചാർ പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളകും അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അച്ചാറായതുകൊണ്ട് തന്നെ ഒരല്പം ഉപ്പ് മുന്തി നിൽക്കുന്ന ആ ഒരു ലെവലിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ വിനാഗിരിയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നേരത്തെ നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈത്തപ്പഴം ആ ഒരു വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഒന്നും കൂടെ കുതിർന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഇനി തിളപ്പിച്ചെടുക്കുന്ന ഈന്തപ്പഴം ചുടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ നമ്മൾ ഈന്തപ്പഴം വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് വെള്ളം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈന്തപ്പഴം നല്ല രീതിയിലൊന്ന് കുതിർന്ന് വരാനുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമ്മളെ വെള്ളം കുറച്ചും കൂടെ കുറയും. നല്ലപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അത് ചൂടാറി വന്ന സമയത്ത് ഈ ഒരു തിക്കിലാണ് കേട്ടോ ഉള്ളത്. ഇനിയും ഇരിക്കുന്ന സമയത്തിനനുസരിച്ച് ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. കാരണം നമ്മുടെ ഈന്തപ്പഴമൊക്കെ ഒന്നും കൂടെ ഒന്ന് അലിഞ്ഞു വരാനുണ്ടല്ലോ. അപ്പോൾ ഇത് ഗൾഫിലേക്ക് കൊടുത്തു വിടാനുള്ളതാണെങ്കിലും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു 6 ദിവസം മുന്നേ ആണ് അച്ചാർ റെഡിയാക്കി വെക്കുന്നത്. ഇനി കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉമ്മാക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡറാണ് കേട്ടോ. ഒട്ടുമിക്ക എല്ലാ അച്ചാറുകളും ഇതേ രീതിയിൽ തന്നെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാതെ തന്നെ വർഷങ്ങളോളം ഇതേ രീതിയിൽ ഉമ്മ അച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ.